9ാം ക്ലാസ്സുകാരി ഐശ്വര്യ, 10ാം ക്ലാസ്സുകാരി ആൽഫിയ. അവധിക്കാലത്ത് വീട്ടിലിരിക്കാതെ സ്വന്തമായി എന്തെങ്കിലും കച്ചവടം ചെയ്യണമെന്ന് ഇരുവർക്കും മോഹം. അങ്ങനെ പുതുപ്പള്ളി തലപ്പാടിയിൽ ഇരുവരും ചേർന്ന് ഒരു ജ്യൂസ് കട തുടങ്ങി. 3 ആഴ്ച കൊണ്ട് പിള്ളേരുടെ ജ്യൂസ് കട നാട്ടിൽ താരമായി. വെറുതെ ഇരിക്കാൻ മടുപ്പായപ്പോൾ പറഞ്ഞപ്പോൾ അവർ തന്നെയാണ് പറഞ്ഞ ഒരു ജ്യൂസ് കട ഇട്ട് തരാം. അപ്പോൾ അവർ തന്നെ പൈസയൊക്കെ റെഡിയാക്കി സാധനമൊക്കെ റെഡിയാക്കി തന്നു. അപ്പം ഞങ്ങൾ ഇന്ന് നടന്നു, നല്ലോണം നടക്കുന്നുണ്ട്, കുഴപ്പമില്ലാതെ. അവിടെ ഗ്രേപ്പ് ഉണ്ട്, ഫാഷൻ ഫ്രൂട്ട് ഉണ്ട്. രാവിലെ ഒരു 9:30 ആകുമ്പോൾ തുറക്കും, വൈകിട്ട് 5:30 വരെ. അടുത്ത അധ്യയന വർഷത്തെ പഠനത്തിനുള്ള പണം സ്വന്തമായി കണ്ടെത്തണമെന്നായിരുന്നു രണ്ടുപേരുടെയും ആഗ്രഹം. മനസ്സിലെ ആഗ്രഹം വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അവർക്കും സന്തോഷം. സ്കൂളൊക്കെ തുറന്നു കഴിയുമ്പോൾ വീട്ടുകാർക്ക് നമ്മൾ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി കഷ്ടപ്പെടുത്തണ്ടല്ലോ. അപ്പം നമുക്ക് തന്നെ ഒരു പൈസ അവർക്ക് സഹായത്തിന് വേണ്ടി നമ്മൾ തുടങ്ങിയതാണ്. ഇതിനി ഇങ്ങനെ തന്നെ ഒരു 2 മാസം കൊണ്ട് മുന്നോട്ട് പോകാമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. രക്തബന്ധം കൊണ്ട് കസിൻസ് ആണ് ആൽഫിയയും ഐശ്വര്യയും. എന്നാൽ ഇപ്പോൾ ബിസിനസ് പാർട്ട്നേഴ്സും. വീടിന്റെ 4 ചുമരിനുള്ളിൽ കുട്ടികൾ അവധിക്കാലം ആഘോഷിക്കുന്ന ഈ കാലത്ത് ഈ കുഞ്ഞു കടമുതലാളിമാർ മനുഷ്യരെ അടുത്തറിയുകയാണ്. സ്കൂളിൽ കഴിഞ്ഞ 10 മാസം പഠിപ്പിച്ചത് പരീക്ഷ എഴുതി കഴിഞ്ഞു. ഇനിയുള്ള 2 മാസം ഐശ്വര്യയും ആൽഫിയയും ജീവിതം പഠിക്കുകയാണ്. ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോജസ്റ്റി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം. നമുക്കിപ്പം ഷിനോജസ്റ്റ് ചേരുന്നുണ്ട്. ഷിനോജയെ അവധിക്കാലത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുന്ന കുട്ടികൾക്കൊക്കെ മാതൃകയാണല്ലേ ഈ 2 മിടുക്കികൾ. കാരണം അവർ അച്ഛനും അമ്മയും ഒക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കട തുടങ്ങിയത്. മാതൃകാപരമായ തീരുമാനം അല്ലേ? തീർച്ചയായും ജയലക്ഷ്മി. കാരണം അവധിക്കാലമാണ്, കുട്ടികളെയൊക്കെ സംബന്ധിച്ച് ഒരു ഉത്സവത്തിന്റെ ഒരു സമയം കൂടിയാണ്. അത്തരത്തിൽ 2 മാസം എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് 10 മാസം പഠിച്ച് പരീക്ഷയൊക്കെ കഴിഞ്ഞ് 2 മാസം എങ്ങനെയെങ്കിലും ഒരു ആഘോഷത്തിന്റെ ഒരു മൂഡിൽ നിൽക്കണം എന്നൊക്കെ ആഗ്രഹിച്ചായിരിക്കും പിള്ളേരൊക്കെ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന പിള്ളേരുടെ ഇടയിലാണ് ഇത്തരത്തിൽ പുതുപ്പള്ളി തലപ്പാടി സ്വദേശികളായ ഈ 2 കുട്ടികൾ, 9ാം ക്ലാസ്സുകാരിയും ഒരു 10ാം ക്ലാസ്സുകാരിയും ഇപ്പോൾ നാട്ടുകാരുടെ ഈ കയ്യടി വാങ്ങുന്നത്. എന്തായാലും ഇതാരും അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതോ അങ്ങനെയൊന്നുമല്ല. അവർക്ക് തന്നെ ഉള്ളിൽ ഒരു ആഗ്രഹം തോന്നുകയായിരുന്നു, എന്തെങ്കിലും ചെയ്യണം. കാരണം 2 മാസം വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുകയില്ല. ആ സമയത്ത് എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് പണിയൊന്നുമില്ലായിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന ആഗ്രഹത്തോടെ അങ്ങനെയാണ് അവർ ഇത്തരത്തിൽ ഈ ജ്യൂസ് കടയിലേക്ക് എത്തുന്നതെന്ന് പറയുന്നത്. അങ്ങനെ വീട്ടുകാരോട് പറയുന്നു, അവർ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അങ്ങനെ വീട്ടുകാർ തന്നെ ഇത്തരത്തിലൊരു ചെറിയ ജ്യൂസ് കട ഈ പുതുപ്പള്ളി തലപ്പാടിയിൽ ഈ വഴിയോരത്ത് ഇത്തരത്തിൽ നിർമ്മിച്ച് നൽകുകയായിരുന്നു. എന്തായാലും കട ഇപ്പോൾ ഹിറ്റാണ്. ദിവസം ശരാശരി കുറഞ്ഞത് ഒരു 2000 രൂപയുടെ കച്ചവടം നടക്കുമെന്നാണ് ഈ ആൽഫിയും ഐശ്വര്യമാണ് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആ കാര്യം എന്ന് പറയുന്നത്. ഇവര് വളരെ മിടുക്കികളാണെന്ന് തെളിയിക്കുന്ന മറ്റൊരു കാര്യം, സാധാരണ കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ കടകളിലൊക്കെ പോയി നിൽക്കാൻ കുറച്ച് മടിയൊക്കെ ഉള്ള കുട്ടികളുണ്ട്, കുറച്ച് ചമ്മലും ഒക്കെ ഉണ്ട്. പെൺകുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ചും അങ്ങനെയുള്ള ഒരു കൂട്ടം കുട്ടികൾ നമുക്കിടയിലുണ്ട്. പക്ഷെ അവരെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇവർ സധൈര്യം മുന്നോട്ട് പബ്ലിക്കിലേക്ക് ഇറങ്ങുന്നതും. തീർച്ചയായും ജലക്ഷ്മി, അതിൻ്റെ ഈ വാർത്തയുടെ ഒരു മൂല്യം എന്ന് തന്നെ പറയുന്നത് അത് തന്നെയാണ്. കാരണം ഇത്തരത്തിൽ ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്യുന്ന ആൺകുട്ടികളൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ സാധാരണ നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു വെക്കേഷൻ സമയമൊക്കെ കിട്ടുന്ന സമയത്ത് ഈ കടയിലൊക്കെ പോയി സഹായിക്കാൻ നിൽക്കുന്ന അങ്ങനെയുള്ള ആൺകുട്ടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പെൺകുട്ടികൾ ഇത്തരത്തിൽ ഒരു മുന്നോട്ടിറങ്ങുന്നത് അപൂർവമായി കാണുന്നൊരു കാഴ്ചയാണ്. അങ്ങനെയാണ് ഈ പെൺകുട്ടികളുടെ അടുത്തേക്ക് നമ്മളും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് എത്തുന്നത് തന്നെ. എന്തായാലും അവർ ഈ പൈസയൊക്കെ തന്നെ വെറുതെ അനാവശ്യ കാര്യത്തിനോ അങ്ങനെയൊന്നല്ല ഉപയോഗിക്കുന്നത്. ഈ സ്കൂൾ തുറക്കുന്ന സമയം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് അവധിക്കാലം കഴിഞ്ഞുള്ള ആ സമയം എന്ന് പറയുന്നത് ഈ മാതാപിതാക്കളെയൊക്കെ സംബന്ധിച്ച് വളരെ സാമ്പത്തികമായൊക്കെ തന്നെ വലിയ ചിലവുള്ള സമയം കൂടിയാണ്. പ്രത്യേകിച്ച് തീർച്ചയായിട്ടും മാതാപിതാക്കളെ സഹായിക്കുക എന്നൊരു വലിയ ലക്ഷ്യമാണ് ഈ കുട്ടികളുടെ ഈ ഒരു ഉദ്യമത്തിന് പിന്നിലുള്ളത്. അതെന്തായാലും കയ്യടി അർഹിക്കുന്നതാണ്, മാതൃകാപരമാണ്. മറ്റു കുട്ടികൾക്കും ഇവരെ മോഡലാക്കാവുന്നതാണ്. ഷിനോജസ്റ്റിയാണ് നമുക്കിപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചത്.